പിന്നെ കുറെ പേരുകൂടി തല്ലിയതാ. കർത്താവേ, ഇതെന്ത് കഷ്ടമായി പോയി. ഏത് പുല്ലന്മാരായി ചെയ്തത്? മനുഷ്യന്മാർക്ക് ആർക്കെങ്കിലും തല്ലാൻ പറ്റൂ? കണ്ണിച്ചോറിയില്ലാത്ത കശ്മലന്മാര്, ദ്രോഹികള്. നോക്കട്ടെ. ആ ആ ഇവിടെ ആ മരുന്ന് മാത്രം വെച്ചാ പോരാ, ഇഞ്ചക്ഷൻ എടുക്കണം, ഇഞ്ചക്ഷൻ. ഏതായാലും നിങ്ങള് ഭാഗ്യവാന്മാരാ. ഞാൻ ഇപ്പൊ കണ്ടുപിടിച്ചതേ ഉള്ളൂ ഒരു പരീക്ഷണ മരുന്ന്. ഏത് മുറിവും ഒരു ഞൊടി ഇടയ്ക്കുള്ളിൽ മാറും. കാല് കേട്ട് ഒരല്പം നീറ്റലുണ്ടാവും, സാരമില്ല. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് നീറ്റല് കാണുമെന്ന്. ഒന്ന് കടിച്ചു പിടിച്ചു നിന്നോ. ആ സത്യത്തിൽ എന്താ സംഭവിച്ചേ? ഒരു പെൺകുട്ടിയെ സ്നേഹിക്കാൻ ശ്രമിച്ചു നോക്കിയതാ. ആദ്യം അവളുടെ ഏട്ടൻ ഒരു ഇൻസ്പെക്ടർ, എന്തായാലും അവന്റെ പേര് ഈയോ. ആ ഈയോ ആണെങ്കിലും ചെമ്പാണെങ്കിലും അവൻ കുറെ തല്ലി. അത് കഴിഞ്ഞ് അവളുടെ വേറൊരു ചേട്ടൻ ഒരു പെറുക്കി, പെറുക്കിയല്ല വർക്കി, അവനും ഗുണ്ടകളും കൂടി തല്ലി. അവർക്കിട്ട് ഞങ്ങളും ശരിക്കും കൊടുത്തു. എടാ, ആ വർക്കിയുടെ ചേട്ടൻ ഇയ്യോയുടെ ചേട്ടൻ കുട്ടപ്പായ ഡോക്ടറാണ് ഞാൻ. നിനക്കൊക്കെ പോകുന്ന പാടത്തിനെ കാണിക്കാൻ എങ്ങനെ പോയതിന്റെയൊക്കെ നെല്ലിന് തളിക്കാൻ വെച്ചേതോ പൊനാങ്കിലെ മരുന്നെടുത്ത് അവൻ ഒഴിച്ചെന്നാ തോന്നണ. എന്തൊരു നീറ്റല്. എവിടുന്ന് കിട്ടിയടാ നിനക്ക് അവളെ? ചെല്ലുന്നിടത്തൊക്കെ അവിടെ ചേട്ടന്മാരാണല്ലോ. വേണ്ട, ഇനി ഈ പണി വേണ്ട, വിട്ടേര്. അവൾ അവിടെ പാട്ടിന് വിട്ടേര്. ആഹാ, ഇത്രയൊക്കെ ഇടിയും കൊണ്ട് നീറ്റിൽ സഹിച്ചിട്ട് അവന്മാരെ വെറുതെ വിടാനാ? അവന്മാർക്ക് എന്തെങ്കിലും പണി കൊടുക്കണം. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ആദ്യം ഇൻസ്പെക്ടർ ഇല്ലേ, അയാളെ പേരെന്താ? അയ്യോ, അതെ ഇയ്യോ, അയാൾക്കിട്ട് കൊടുക്കണം. അയാളായിരുന്നല്ലോ ഉദ്ഘാടനം. അതിനെനിക്കൊരു ബുദ്ധി തോന്നുന്നു. ഒരു മാൻ മിസ്സിംഗ് കളി. നമ്മുടെ ഈ രാധുവിനെ കാണുന്നില്ല എന്ന് പറഞ്ഞൊരു വിരട്ട്, അതിലയാൾ കൊടുക്കും. അയാളെ കൊടുക്കാൻ എന്തിനും ഞാൻ റെഡി. നീ എന്ത് പറയുന്നു? നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്തോ, ഞാനും ഉണ്ട് കൂടെ. പക്ഷേ മിനിയെ എനിക്ക് വേണം. ശരിയാ, അവളെ സ്നേഹിക്കുന്നത് പറഞ്ഞതിനാണല്ലോ നമുക്ക് ഇടിയൊക്കെ കിട്ടിയത്. ഇനി അവളെ സ്നേഹിക്കുകയും വേണം, അവളെ കൊണ്ട് സ്നേഹിപ്പിക്കുകയും വേണം. നിനക്കതിന് കഴിയോ? കഴിയും. എന്നാ നീ നിന്റെ വഴി നോക്കിക്കോ. മിനിയെ നിനക്ക് കിട്ടാനായി എന്തും ചെയ്യാൻ ഞാൻ റെഡി. ചാകാൻ വരെ ഞാനും റെഡി. എങ്കിൽ പിന്നെ അവൾ എന്റേതായിരിക്കും. ഒയ്യോ, അവന്മാരുടെ ആ പുകച്ചില് ഓട്ടമൊക്കെ കാണാൻ നിങ്ങളവിടെ ഇല്ലാതായി പോയല്ലോടാ എന്റെ. അയ്യോ, കുട്ടിച്ചായൻ ചെയ്തത് കറക്റ്റ്. കുട്ടിച്ചായൻ മിനി ഒന്ന് ദേഷ്യത്തിൽ നോക്കിയ പോലുമില്ല. കൊടുക്കേണ്ടോ മാർക്കിട്ട് കൊടുത്തു. അയ്യോ ചായനോ? അവന്മാർക്കിട്ട് ഞാൻ കൊടുത്തല്ലോ. എന്നാലും നമ്മുടെ പെങ്ങളെ തല്ലാൻ പോയില്ലേ? എടാ അയ്യോതെ, മരിക്കാൻ നേരത്ത് നമ്മുടെ അപ്പം പറഞ്ഞ് നീ മറന്നോടാ. എന്റെ രാജകുമാരിയാണ് അവള്. അവളെ നിങ്ങളും രാജകുമാരിയെ പോലെ തന്നെ നോക്കിക്കോണോന്ന് പറഞ്ഞ് നീ മറന്നോടാ. അയ്യോ, അതിന് നീ എന്തിനാടാ കരയുന്നത് പുല്ലേ? അവളെ വിളിച്ചൊന്ന് മാപ്പ് പറഞ്ഞാ പോരെ? ഞാൻ പറയും. അത്രേ ഉള്ളൂ കാര്യം. ഞാൻ വിളിക്കാം. എടി മിനിയേ. എടിയെ, ഈ ചായ നിന്നോട് ദേഷ്യപ്പെട്ടതൊക്കെ മറക്ക്. വേണ്ട, ഒന്നും പറയണ്ട. അങ്ങനെ പറയാതടാ. ഈ ചായന് മാപ്പ് തന്നില്ലെന്ന് പറഞ്ഞ സങ്കടമാ, വലിയ സങ്കടമാ. നീ എല്ലാം മറന്ന് ചിരിച്ചില്ലെങ്കിൽ വീട്ടിൽ ഒരു സുഖം ഉണ്ടാവൂല. ഒന്ന് ചിരിക്കടാ, ഒന്ന് ചിരിക്ക്. ഡാഡി, ഡാഡി, മിനിയാന്റെ ഇക്ലിട്ടാ മതി, ചിരിക്കും. ഞങ്ങൾ ഒന്ന് ഇക്ലിട്ട് തരട്ടെ? എന്തിട്ടെങ്കിലും ഒന്ന് ചിരിപ്പിച്ചതാടാ. വാടാ. എടാ ഗോവിന്ദ, നീ 15-ാം നമ്പർ റൂം ക്ലീൻ ചെയ്താ? എടാ, ഈ മുറിയിലെ കട്ടിലെടുത്ത് 15-ാം നമ്പർ മുറിയിലിട്ടിട്ട് അവിടത്തെ കട്ടിലെടുത്ത് ഇവിടെ ഇടാനല്ലേ മൊലാളി പറഞ്ഞത്? അതെ. എന്നാ പിടിച്ചോ. പിടിച്ചാ. നിങ്ങളായിരുന്ന പോക്കിരിത്തരം കാണിക്കുന്നു. മനുഷ്യന്റെ ചങ്ക് പറഞ്ഞു പോലെ പണിയെ പോലെ കാണിച്ച് മതി മതി, തൊലിക്കൽ നിർത്തിയിട്ട് കാര്യം പറ. എന്തായി സംഭവം? എന്തായി? ഒന്നും ആകാനില്ല. മാൻ മിസ്സിംഗ് കളി അവസാനിക്കുന്നു, നീ പുറത്തിറങ്ങുന്നു. അതെന്താ? നിന്നെ പുറത്തു കൊണ്ടുവരാൻ മിനി വന്ന് റിക്വസ്റ്റ് ചെയ്തു. അപ്പൊ ഈയോടെ സസ്പെൻഷനോ? അതിന് വേണ്ട. മിനി വന്ന് അപേക്ഷിച്ചു കഴിഞ്ഞാൽ അതിനപ്പുറം ഒന്നുമില്ല. അത് പൊനാങ്കി പോയി പറഞ്ഞാ മതി. ആ ഈയോക്ക് സസ്പെൻഷൻ കിട്ടാതെ ഞാൻ ഇവിടെ ഇറങ്ങുന്ന പ്രശ്നമേ ഇല്ല. അതല്ലടാ,
സസ്പെൻഷൻ ആയ എനിക്കിനി മിനിയുടെ മുഖത്ത് നോക്കാനേ പറ്റില്ല. സസ്പെൻഷൻ ആകുന്നില്ലെങ്കിൽ നാളെ മുതൽ മിനി എന്റേതാ. ഒന്ന് പോടാവേ. ആ പെണ്ണ് വന്ന് 2 പുന്നാര വാക്ക് പറഞ്ഞപ്പോ നീ അങ്ങ് മാറിപ്പോയോ? എടാ, പെണ്ണുങ്ങളെ വിശ്വസിക്കരുത്, അവര് പറ്റിക്കും. ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും അയ്യോ ഒന്ന് സസ്പെൻഡ് ചെയ്യിക്കണം. നമുക്ക് എത്ര ഇടിയാടാ കിട്ടിയത്. മിനി എനിക്ക് കിട്ടാനായി എന്തും ചെയ്യാമെന്ന് വാക്ക് തന്നതാ നീ. ഇപ്പൊ ഞാൻ പറയുന്ന പോലെ ചെയ്താ നാളെ മുതൽ മിനി എന്റേതാ. ഉറപ്പാണോ നിനക്ക്? ഉറപ്പാ. 100%? 100%. എന്നാ വാക്കുക. വാക്ക്. മിനിയെ നിനക്ക് കിട്ടുമല്ലോ. കിട്ടും. എന്നാ റെഡി? അവന്റെ തന്തയാണെങ്കിൽ പരാതിയും പിൻവലിച്ച് മാപ്പ് പറഞ്ഞ് എന്റെ പിന്നാലെ നടക്കുകയാണ്. ഇൻസ്പെക്ടർ ഈ ആരാണെന്ന് അവർക്ക് പിടികിട്ടി. ഏതായാലും 2 ദിവസത്തെ ഉറക്കം പോയി. എല്ലാം പറ്റി. ഓ, ഉറക്കം നിന്റേതേ പോയുള്ളൂ. ഈ ചെറിയ കാര്യത്തിന് ഇവിടെ ആരുടെ ഉറക്കമൊന്നും പോയില്ല. പൊണ്ണത്തടിയനാണെങ്കിലും നീ ഒരു പേടിച്ചൂറിയായി പോയല്ലേ എന്റെ അയ്യോ. എന്റെ ഷോളിങ് തന്നെ പേടിച്ചൂടെ ഷോൾ അമ്മച്ചിട്ടുണ്ട. താ കിടക്കുന്നു നിന്റെ ഷാള്. നിന്റെ കെട്ടിയോ കൊണ്ടുകൊടു. പേടിച്ചു തൂറി. ഓ, ചെവി കേക്കണ്ട. കൊണ്ടുപോ പിള്ളേരെ എവിടുന്ന്. എന്റെ സാധനങ്ങളൊക്കെ കണ്ടേ. What do you want? Who are you? Ekupal. നിക്കടാ അവിടെ. അയ്യോ, കേട്ടിട്ടേ ഉണ്ടായിരുന്നല്ലോ. മിസ്റ്റർ കേണലല്ലേ? ഇപ്പൊ ആദ്യം കാണുക. ആളെ മനസ്സിലായില്ല കേട്ടോ, ക്ഷമിക്കണം. Hands up. പൊക്ക, എത്ര നേരം വേണമെങ്കിലും പൊക്ക. ആദ്യം പിടിച്ച് വലിക്കല്ലേ പ്ലീസ്. എന്റെ പൊന്നു കാണലല്ലേ, വലിക്കല്ലേ വലിക്കല്ലേ. അയ്യോ, അങ്ങളെ ചതിക്കല്ലേ. അങ്ങളെ സുധിയുടെ അച്ഛനാ അത്. അതെ, സുധിയുടെ അച്ഛനാ. അതെയോ? ഞാൻ കേട്ടിട്ടേ ഉള്ളൂ, കാണുന്നത് ആദ്യമായിട്ടാ. അതങ്ങ് മാറ്റി. അവിടെ വെക്കണോ? അത് സാരമില്ല. How are you? Fine. How are you? I am also fine. Carry on, carry on. Thank you very much. ആ വട്ടനാന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഞാൻ വിചാരിച്ചു തോട്ടക്കാരനാണെന്ന്. ഇപ്പൊ സംഗതി കുഴഞ്ഞാന്. ആ, സുധി എവിടെ? അകത്തുണ്ടല്ലോ. കാണട്ടെ. ഇതിനാണോടാ മക്കളെ പോലെ കരുതി ഞാൻ നിന്നെയൊക്കെ ഇവിടെ താമസിപ്പിച്ചത്? ഈ സുധി ഒരു കഷ്ടകാലം പിടിച്ചവനാ. എവിടെ ചെന്നാലും ഉടക്ക. പറയടാ, എങ്ങനെ തോന്നിയിടാ നിനക്കൊക്കെ എന്റെ വീട്ടിനകത്ത് വെച്ച് ഞാൻ പറയണ്ട. ഞങ്ങൾ തമ്മിൽ ഇഷ്ടമാ. അടുത്ത മാസം കല്യാണം നടത്തണമെന്ന് ആഗ്രഹം. അങ്കിള് ഞങ്ങളെ ഒന്ന് അനുഗ്രഹിക്കണം. How do you do? I am retired Colonel R.C. Nair. All the best wishes to you. ബസ് സ്റ്റോപ്പിൽ കൊണ്ട് വിടണം, നേരം പോയി. Oh yes, carry on. Please. They are in love. They are going to marry also. ഞാൻ വിചാരിച്ചു മറ്റെന്തോ പരിപാടിയാണ്. അവരിപ്പോ എന്നെ പറ്റി എന്ത് വിചാരിച്ചു കാണും? അതൊന്നും സാരില്ലെങ്കിൽ. നോക്കിയേ, നല്ല ചേർച്ചയാ.